ഓം ശാന്തി. ഇന്ന് സദ്ഗുരുവാർ ദിവസത്തിൽ താങ്കളെല്ലാവരുടെയും വളരെയധികം സ്നേഹം നിറഞ്ഞ സ്നേഹവും ഓർമ്മയും എടുത്ത് വദനത്തിലെത്തിച്ചേർന്നു. വദനത്തിൽ വളരെ സുന്ദരമായിട്ടുള്ള ഡെക്കറേഷൻ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ അവിടെ ബാബ ഒരു സ്ഥാനത്ത് ഇരിക്കുന്നതായി കണ്ടു. ബാബയുടെ അരികിലായിട്ട് വളരെ സുന്ദരമായിട്ടുള്ള ഒരു സീനും ഉണ്ടായിരുന്നു. ആ സുന്ദരമായിട്ടുള്ള സീനിനെ ബാബ വളരെ ശ്രദ്ധയോടെ കാണുകയായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ബാബ എല്ലാവരുടെയും കർമ്മത്തിൻ്റെ കണക്കുകളായിരിക്കും നോക്കുന്നുണ്ടാവുക. ബാബ എന്നെ കണ്ടില്ല. കൂടുതൽ സമയവും ബാബ ആ ദൃശ്യത്തെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അതിനുശേഷം എന്നെ കണ്ടു. ഞാൻ വളരെയധികം സ്നേഹത്തോടുകൂടെ ബാബയെ നോക്കി. ഒപ്പം തന്നെ ബാബയുടെ മുന്നിലുണ്ടായിരുന്ന ആ ഒരു സങ്കല്പത്തെ, ദൃശ്യത്തെയും കണ്ടു. ഇന്ന് ബാബ എന്താണ് കാണുന്നത്? ബാബ പറഞ്ഞു, കുട്ടി കണ്ടോ? ഇന്ന് ബാബ ഓരോ കുട്ടികളുടെയും ഭാഗ്യത്തെ കാണുകയായിരുന്നു. ഓരോ കുട്ടികളും എത്ര ഭാഗ്യശാലികളാണ്. ലോകത്തിലെ താരതമ്യപ്പെടുത്തിയാൽ ഓരോരോ കുട്ടികളും തൻ്റേതായിട്ടുള്ള ഭാഗ്യം ഉണ്ടാക്കുകയാണ്. ഞാനും കുട്ടികളുടെ ഭാഗ്യം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വളരെയധികം സന്തോഷിക്കുകയായിരുന്നു. ഞാനതിൻ്റെ മഹിമ പാടുകയായിരുന്നു. ബാബ എന്നെയും കണ്ട് മുഴുവൻ പരിവാരത്തെയും കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞു, വരൂ എൻ്റെ ഭാഗ്യശാലികളായ കുട്ടികളെ. ബാബ തൻ്റെ 2 കൈ നീട്ടി എല്ലാ കുട്ടികളെയും ബാബ തൻ്റെ കൈവെള്ളയിലേക്ക് ഒതുക്കി. അപ്പോൾ മുഴുവൻ വിശ്വത്തിലെയുമുള്ള എല്ലാ സഹോദരീ സഹോദരന്മാരും വദനത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ബാബയുടെ മുഖം കണ്ടപ്പോൾ ബ്രാഹ്മണാത്മാക്കളിലെ ഓരോരോ സഹോദരീ സഹോദരന്മാർക്കും വളരെയധികം സന്തോഷമുണ്ടായി. ബാബയ്ക്ക് മുന്നിലായിട്ട് ഒരു പർദ്ദയുണ്ടായിരുന്നു. ആ പർദ്ദയ്ക്ക് ഉള്ളിലായിട്ട് കാണാൻ സാധിച്ചത് ഇതാണ്. മുഴുവൻ വിശ്വമാകുന്ന ഗ്ലോബിനെയും കണ്ടു. ഓരോ കുട്ടികളും ആ വിശ്വമാകുന്ന ഗ്ലോബിനെ വളരെയധികം ശ്രദ്ധയോടെ നോക്കിക്കണ്ടു. അങ്ങനെ ആ പർദ്ദ പതുക്കെ പതുക്കെ നീങ്ങി മാറിക്കൊണ്ടിരുന്നു. ഒരു ഭാഗത്ത് ആ പർദ്ദയ്ക്കുള്ളിൽ കാണാൻ സാധിച്ചത് അതിശക്തമായിട്ടുള്ളൊരു വെളിച്ചമായിരുന്നു. അഗ്നി പോലെ തിളങ്ങുന്നതായിരുന്നു അത്. ആ ഒരു ദൃശ്യം ഇങ്ങനെയുള്ളതായിരുന്നു. ഒരു ഭാഗത്ത് നിന്ന് തീഗോളം വമിക്കുന്നതായിട്ടും മറ്റൊരു ഭാഗത്ത് നിന്ന് അതിൻ്റെ കാറ്റുകൾ വീശുന്നതായിട്ടും ഇനി ഭൂമി പോലും ഇളകുന്ന ദൃശ്യം ആണ് കാണാൻ സാധിച്ചത്. ഈ ദൃശ്യം ബാബയും കാണുകയായിരുന്നു, കുട്ടികളും കാണുകയായിരുന്നു. ഈ ദൃശ്യത്തെ കണ്ട് ബാബ ഇങ്ങനെ പുഞ്ചിരിച്ചു. അപ്പോൾ ബാബ കുട്ടികളോട് ചോദിച്ചു, ഈ ദൃശ്യത്തെ കണ്ടിട്ട് ഭയമാണോ തോന്നുന്നത്? അപ്പോൾ അതിൽ ചില കുട്ടികളെന്ന് പറയുന്നത് ഭയക്കുന്നുണ്ടായിരുന്നു. ചില കുട്ടികൾ വളരെ ശാന്തമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാബ കുട്ടികളോടായിട്ട് പറഞ്ഞു, ഈ സമയം പരിവർത്തനത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ ഈ പരിവർത്തനത്തിൻ്റെ സമയത്ത് എന്തൊരു കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോരോ ഭാഗങ്ങളിലും ഓരോരോ ദൃശ്യങ്ങളാണുള്ളത്. പക്ഷി കുട്ടികൾക്ക് തൻ്റെ സ്ഥിതിയെ നിശ്ചലവും ദൃഢതയും ഉറപ്പുള്ളതുമാക്കി മാറ്റണം, നിർഭയവുമാക്കി മാറ്റണം. എന്നിട്ട് പിന്നെ ബാബ പറഞ്ഞു, ആ സമയത്ത് ബാബയുടെ ഓരോ കുട്ടികളും ബാബയ്ക്ക് മുന്നിൽ നിന്ന് വളരെ ശാന്തമായി നിശബ്ദമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ബാബ എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, ബാബ പല പ്രകാരത്തിലുള്ള അസ്ത്രശസ്ത്രങ്ങൾ കുട്ടികൾക്കായി നൽകിയിട്ടുണ്ട്. ഈ ദിവ്യമായ ആയുധങ്ങൾ കൊണ്ട് തൻ്റെ സ്ഥിതിയെ ഏകരസമാക്കി മാറ്റണം, നിർവിഘ്നമാക്കി മാറ്റണം, ശക്തിശാലിയാക്കി മാറ്റണം.
ഈ ദിവ്യമായ ആയുധങ്ങളിലൂടെ എന്താണോ സമയത്തിൻ്റെ പരിതസ്ഥിതികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ആ പരിതസ്ഥിതികളിൽ ജയിക്കുകയും വേണം, മറികടക്കുകയും വേണം. ബാബ എല്ലാ കുട്ടികളെയും വളരെ നന്നായിട്ട് അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ അലങ്കാരത്തിൽ പോലും കാണിച്ചിരിക്കുന്നത് എന്താണ്? ആയുധങ്ങളല്ലേ. പക്ഷേ ബാബ നോക്കുന്ന സമയത്ത് ചില കുട്ടികളുടെ ഈ ദിവ്യമായ ആയുധങ്ങൾ താഴെ വീണ് പോകുന്നുണ്ട്. ചില ആയുധങ്ങളെന്ന് പറയുന്നത് കുട്ടികളുടെ കൈകളിൽ നിന്നും വഴുതി പോകുന്നതായിട്ട് കാണുന്നു. ശസ്ത്രങ്ങൾ തൻ്റെ കൈവശം നിൽക്കുന്നില്ല. ബാബ എന്നിട്ട് പറഞ്ഞു, കുട്ടികൾക്ക് ഞാൻ സമയത്തിൻ്റെ സൂചനകൾ ആദ്യമേ മുതൽ നൽകുന്നുണ്ടായിരുന്നു. ഈ സമയം ബ്രാഹ്മണർക്ക് കല്യാണകാരി സമയമാണ്. തൻ്റെ അവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി, വിശ്വത്തിൻ്റെ മംഗളം ചെയ്യുന്നതിന് വേണ്ടി, ലോകത്തെ പരിവർത്തനം ചെയ്യുന്നതിന് വേണ്ടി കുട്ടികൾക്ക് വിശേഷിച്ച കാര്യം ചെയ്യണം. പിന്നെ ബാബ പറഞ്ഞു, ചില കുട്ടികൾ ഇങ്ങനെയുള്ള പരിതസ്ഥിതികളെ കണ്ടിട്ട് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യചിഹ്നങ്ങളിൽ പെട്ട് മനസ്സ് ആടുന്നുണ്ട്. തൻ്റെ സ്ഥിതി തന്നെ ദുർബലമാകാനുള്ള കാരണം. അപ്പോൾ അവിടെ ഭയവും ഉണ്ടാകും. പിന്നെ ബാബ പറഞ്ഞു, ഒരിക്കലും തന്നെ ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല. ഭയത്തിൻ്റെ ചിന്തയെ വരരുത് കുട്ടികൾക്ക്. എന്തുകൊണ്ടെന്നാൽ ബാബ കുട്ടികൾക്ക് ഇത്രയും ശക്തികൾ നൽകിയിട്ടുണ്ട്. ആ ശക്തികളെ സമയത്ത് പ്രയോഗിക്കണം. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, അതെങ്ങനെ? അതിന് ബാബ പറഞ്ഞത് ഇതാണ്. ബാബ നോക്കൂ, കുട്ടികൾക്കായിട്ട് അനേക പ്രകാരത്തിലുള്ള ടൈറ്റിൽസ് നൽകിയിട്ടുണ്ട്, സ്വമാനങ്ങൾ നൽകിയിട്ടുണ്ട്. ആ ടൈറ്റിൽസിൻ്റെയും സ്വമാനത്തിൻ്റെയും സ്മൃതിയുടെ സ്വരൂപത്തിലിരുന്നു കൊണ്ട് ആ രൂപത്തെ പ്രത്യക്ഷമാക്കണം. രണ്ടാമത് ബാബ പറഞ്ഞത്, വിശേഷിച്ചും കുട്ടികൾക്ക് നൽകിയത്, വിശ്വത്തിലെ ആത്മാക്കൾക്ക് സകാശം നൽകണം, അവർക്ക് അനുഭൂതി നൽകണം. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബാബ വിശേഷിച്ചു നൽകിയതാണ്. ഇതിൻ്റെ ആധാരത്തിൽ കുട്ടികൾക്ക് മുഴുവൻ വിശ്വത്തിലേക്കും എന്ത് ചെയ്യാൻ പറ്റും? സകാശം നൽകി പ്രകാശം നൽകാൻ സാധിക്കും. ബാബ എല്ലാ ദിവസവും തന്നെ കുട്ടികൾക്ക് വരദാനങ്ങൾ നൽകുന്നുണ്ട്. ആ വരദാനങ്ങളെ യോഗത്തിൻ്റെ സമയത്തും മുരളിയുടെ സമയത്തും ബാബ നമുക്ക് എത്ര വരദാനങ്ങളുടെ ഖജനാവാണ് നൽകുന്നത്. ആ ഖജനാവുകളുടെ എല്ലാം ആഴങ്ങളിലേക്ക് പോകണം കുട്ടികൾ. ആഴങ്ങളിൽ പോയി അതിൻ്റെ അനുഭൂതി ചെയ്യണം. അങ്ങനെ മുഴുവൻ വിശ്വത്തിലെയും അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾക്കും ദാഹിക്കുന്ന ആത്മാക്കൾക്കും നൽകുക. കാരണം ലോകത്തിലുള്ള മനുഷ്യാത്മാക്കളും പറയണം, ഈ ലോകത്തിലെ എല്ലാ മനുഷ്യാത്മാക്കൾക്കും വളരെയധികം സകാശം നൽകുക. ആളുകൾ പറയണം, ശരിക്കും ഞങ്ങളുടെ സഹാര, ഞങ്ങളുടെ ആശ്രയം എന്ന് പറയുന്നത് സർവശക്തിവാനായിരിക്കുന്ന ബാബ മാത്രമാണ്. ഈ ലോകത്തിൽ മുഴുവൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതൊരു കളിയായിട്ട് കാണാൻ ആളുകൾക്കും അതിന് സാധിക്കണം. ഇതിനു വേണ്ടി സൈലൻസ് ബട്ടിയുടെ പ്രയോഗം ചെയ്യണം. എത്രത്തോളം സൈലൻസിലിരിക്കുന്നുവോ അത്രത്തോളം അലൗകികമായിട്ടുള്ള ദിവ്യമായിട്ടുള്ള ആയുധങ്ങളെ തൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. തൻ്റെ സ്ഥിതിയെ നിർഭയമാക്കി മാറ്റണം, പേടിയില്ലാത്തതാക്കി മാറ്റണം. അപ്പോൾ ഓരോ സീനുകളെയും ഡ്രാമയിലെ കണ്ടിട്ട് തൻ്റെ അവസ്ഥയെ നിർമോഹിയാക്കാനും സ്നേഹിയാക്കി മാറ്റാനും പറ്റും. ഒപ്പം നമ്മുടെ സ്ഥിതിയെ സന്തോഷമാക്കി വെക്കണം. അങ്ങനെ ബാബ കുട്ടികളെ സ്നേഹിച്ച് ബാബ പറഞ്ഞു, എനിക്കും കുട്ടികളുടെ ഭാഗ്യത്തെ നന്നായിട്ട് അറിയാം. പക്ഷെ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ഭാഗ്യത്തെ മറക്കുന്നു. അപ്പോഴാണ് സ്ഥിതി നമ്മുടെ താഴെ മുകളിലേക്കും ആകുന്നത്. അതിനാൽ കുട്ടികൾക്ക് സദാ ഒരു ലഹരി ഉണ്ടായിരിക്കണം. ലോകത്തിലുള്ള മനുഷ്യർ ഭഗവാനെ അന്വേഷിക്കുമ്പോൾ എന്ന കുട്ടികൾ ബാബയുടെ ഛത്രഛായയ്ക്ക് താഴെ പാലിച്ചുകൊണ്ടിരിക്കുകയാണ്, പാലിക്കപ്പെടുകയാണ്. ആ സന്തോഷത്തിലിരിക്കണം, ശക്തിശാലിയായിട്ടുള്ള അനുഭൂതി ചെയ്യണം. ഒപ്പം ഭാരരഹിതരായിട്ടിരിക്കണം, ഭയമുക്തരായിരിക്കണം, നിർഭയരായി മാറുകയും വേണം.
അതിനുശേഷം ബാബ ഭോഗ് സ്വീകരിച്ചു. അതിനുശേഷം ബാബയും സ്നേഹത്തോടുകൂടെ കുട്ടികൾക്ക് ഭോഗ് നൽകി. ബാബ പറഞ്ഞു, ഇന്ന് എൻ്റെ മുന്നിലുള്ളതെല്ലാം ബാബയുടെ ഓമനകളായിരിക്കുന്ന കുട്ടികളാണ്, വളരെ നിഷ്കളങ്കരായിരിക്കുന്ന കുട്ടികളാണ്. അങ്ങനെ ആരുടെ ഹൃദയമാണ് സ്വച്ഛമായിരിക്കുന്നത് അവരെ ബാബയും വളരെ കൂടുതലായി സ്നേഹിക്കുകയാണ്. ഇങ്ങനെ ബാബയ്ക്ക് തൻ്റെ സ്നേഹത്തോടുകൂടെ ഭോഗ് നൽകി ഞാൻ താഴേക്ക് വരികയും ചെയ്തു. പാണ്ഡവ ഭവനിൽ ബാബയ്ക്ക് ഇന്ന് ഭോഗ് വെച്ചപ്പോഴുള്ള ഭോഗ് സന്ദേശമാണ്. അടുത്തത് ശാന്തിവനത്തിൽ ഇന്ന് ബാബയ്ക്ക് ഭോഗ് വെച്ചപ്പോൾ കേൾക്കുന്ന സന്ദേശമാണ്. ഇന്ന് ഞാൻ ബാബയ്ക്ക് ഭോഗുമായി വദനത്തിലെത്തിച്ചേർന്നു. ഞാൻ വദനത്തിൽ ബാബയ്ക്ക് അരികിലെത്തിയപ്പോൾ ബാബയ്ക്ക് മുന്നിലായിട്ട് ഏകദേശം വളരെ സുന്ദരമായിട്ടുള്ള മാലകളുണ്ടായിരുന്നു. ആ മാലകളെല്ലാം വളരെ സുന്ദരമായ അതിമനോഹരമായിരുന്നു. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, ബാബ, ഈ മാലയിൽ ബാബ എന്താണ് കാണുന്നത്? അപ്പോൾ ബാബ നോക്കിയിട്ട് ചിരിച്ചു. അതിന് ബാബ ഉത്തരം പറഞ്ഞ മറുപടി ഇതാണ്, ഞാൻ ഓരോ കുട്ടികളുടെയും തന്നെ മാലകൾ വിശേഷതകളുടെ രൂപത്തിൽ കാണുകയായിരുന്നു. ഞാൻ എന്ത് മാലയാണോ വെച്ചിരിക്കുന്നത് അതിലെ സുന്ദരമായിട്ടുള്ള മുത്തുകളാണുള്ളത്. അതിലെ ഞാൻ നോക്കുന്ന സമയത്ത് ചില മുത്തുകളെന്ന് പറയുന്നത് വളരെ വലിയ വലിയ മുത്തുകളായിരുന്നു. പിന്നെ ചെറിയ ചെറിയ മുത്തുകളും ഉണ്ടായിരുന്നു. ബാബ പറയുവാൻ ആരംഭിച്ചു, കുട്ടി ഏത് മാലയാണ് നോക്കുന്നത്? അപ്പം ഞാൻ പറഞ്ഞു, എനിക്കും ശരിയായിട്ട് അറിയുമായിരുന്നില്ല ബാബ ഏത് പ്രകാരത്തിലുള്ള മാലയെക്കുറിച്ചാണ് പറയുന്നതെന്ന്. അപ്പോൾ ബാബ പറഞ്ഞു, അമൃതവേള മുതൽ കുട്ടികൾ ഓരോരുത്തരും ബാബയെ ഓർമ്മിക്കുമ്പോൾ ആ ഓർമ്മകളുടെ മുത്തുകളാണ് ബാബ മാലയാക്കി വച്ചിരിക്കുന്നത്. ബാബ പറഞ്ഞു, അഷ്ടരത്നങ്ങളുടെ മാലയുണ്ട്, 108 മാലയുണ്ട്, 16,108 മാലയുണ്ട്. ഇതൊക്കെയാണ് ബാബ ശരിക്കും നോക്കുന്നത്. ബാബ ഓരോ കുട്ടികളെയും ഉയർന്ന ദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത്. ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ബാബ കുട്ടികളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാബ പറഞ്ഞു, അഷ്ടരത്നങ്ങളുടെ മാല തയ്യാറായി. 108 പേരിൽ വന്നിട്ട് കുറച്ച് മുത്തുകളുടെ കുറവുണ്ട്. ബാബ പറഞ്ഞു, 108 മുത്തുകളുള്ള മാലയിലെ കുട്ടികളാണെങ്കിലും തീർച്ചയായിട്ടും അത് നമ്പർ വൈസ് തന്നെയാണ്. അപ്പോൾ ബാബ ചോദിച്ചു, കുട്ടി മനസ്സിലായോ? അതായത് 108 മാലയിലെ മുത്തുകളാണെങ്കിലും ചില മുത്തുകൾ അതിൽ നിന്നും കൊഴിഞ്ഞു വീഴുന്നുണ്ട്, ചില മുത്തുകൾ അതിലേക്ക് ആഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബാബ ഇടയ്ക്കിടയ്ക്ക് മുത്തുകളെ നോക്കുകയും മുത്തുകളുടെ സ്മരിക്കുകയും ചെയ്യാറുണ്ട്, സ്നേഹിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ബാബ പറഞ്ഞു, ഓരോ കുട്ടികളുടെയും സമ്പൂർണതയുടെ മാല കാണാനാണ് ആഗ്രഹിക്കുന്നത്. സമ്പൂർണതയ്ക്ക് തീർച്ചയായിട്ടും മഹത്വമുണ്ട്. ആരാണോ സമ്പൂർണരായി മാറുന്നത് അവരുടെ മാലയാണ് തീർച്ചയായിട്ടും ഭക്തരും സ്മരിക്കുക. ആ മുത്തുകൾക്കാണ് വാല്യൂ ഉള്ളത്, അല്ലെങ്കിൽ മഹിമയുള്ളത്. ബാബ ഇങ്ങനെ പറഞ്ഞു, സമയത്തിനനുസരിച്ച് കുട്ടികളും വളരെ നന്നായിട്ട് പുരുഷാർത്ഥം ചെയ്യുന്നുണ്ട്. സമയവും കുട്ടികളെ കൊണ്ട് പുരുഷാർത്ഥം ചെയ്യിപ്പിക്കുകയാണ്. അതുകൊണ്ട് ബാബ പറഞ്ഞു, ഇത് അന്തിമ സമയമാണ്, അന്തിമ സമയം എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് ബാബ ഓരോ കുട്ടികളെയും മുത്തുകളാക്കി മാറ്റി മാലയുടെ രൂപത്തിൽ വച്ചിരിക്കുന്നു. ഈ മാല കാണാൻ വളരെ സുന്ദരമായിട്ടുണ്ട്. പക്ഷേ മാലയിലെ മുത്തായി തന്നെ ഇരിക്കുന്നതിന് വേണ്ടി വളരെയധികം അറ്റൻഷൻ ആവശ്യമാണ്.
എന്തുകൊണ്ടെന്നാൽ ഏതെങ്കിലും പ്രകാരത്തിൽ മുത്തിലെ കറയുണ്ടെങ്കിൽ ബാബ പോലും ആ മുത്തിനെ സൈഡാക്കി വയ്ക്കും. ബാബ തൻ്റെ 4 വശത്തുമുള്ള കുട്ടികളുടെ മാല കാണുകയായിരുന്നു. ഒരു ഭാഗത്ത് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. കുട്ടികൾ മഹാദാനിയായിട്ടിരുന്ന് ഈ സമയത്ത് സേവനം ചെയ്യണം. ഇനി ഏതെങ്കിലും പ്രകാരത്തിൽ കറകളുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടികളെ ബാബ സൈഡാക്കി വയ്ക്കുകയും ചെയ്യും. അതിനാൽ ബാബയ്ക്ക് ബ്രാഹ്മണ കുട്ടികളെ മുഴുവൻ ബാബ നോക്കി. അത് മാലയിലെ മുത്തുകളായിട്ടാണ് ബാബ കണ്ടത്. അതിനുശേഷം ബാബയുടെ സന്മുഖത്ത് ഭോഗ് വെച്ചു. അങ്ങനെ ബാബയ്ക്ക് ഓർമ്മയും സ്നേഹവും നൽകി. അതിനുശേഷം ബാബയും കുട്ടികൾക്ക് സ്നേഹം നിറഞ്ഞ ദൃഷ്ടി നൽകി. ഞാൻ വീണ്ടും ആ സ്നേഹം എടുത്ത് മടങ്ങി വരികയും ചെയ്തു. ഓം ശാന്തി.